ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രേണു സുധി. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് വിമർശനങ്ങളും എപ്പോഴും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാത്രം ഇത്രയും അധികം ആരാധകർ ഉണ്ടാക്കിയ വ്യക്തി കൂടിയാണ് രേണു. തന്റേതായ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതും മറ്റു കാര്യങ്ങളുമെല്ലാം രേണുവിനെ എപ്പോഴും വേട്ടയാടുന്ന ഒന്നാണ്. എന്നാൽ രേണുവിന്റെ പുതിയ കുറച്ച് വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുന്നത്. പ്രത്യേകിച്ചും രേണുവിന്റെ രോഗവിവരത്തെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന അതുലാണ് ഈ ഒരു കാര്യം ആദ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. രേണുവിന് ഇപ്പോൾ അർബുദ രോഗമാണ് എന്നാണ് ഇപ്പോൾ അതുൽ പറയുന്നത്. രേണുവിന്റെ അസുഖ വിവരം ഒരാഴ്ച മുമ്പ് തന്നെ താൻ അറിഞ്ഞതാണെന്നും അതാണ് ഇപ്പോൾ താൻ പറയുന്നതെന്നും അതുൽ പറയുന്നു. ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം വരരുത് എന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു രോഗവിവരം എങ്ങനെ രേണു അറിഞ്ഞെന്ന് വെച്ചാൽ രേണു ചെക്ക് ചെയ്തതിന് ശേഷം തന്നെയാണ്. പക്ഷേ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടും രേണുവിന്റെ പ്രവൃത്തികൾക്ക് ഒരു മാറ്റവുമില്ല. കാണുമ്പോൾ ആ ഒരു കാര്യത്തിൽ രേണുവിനോട് പുച്ഛം തോന്നുന്നുവെന്നും അതുൽ പറയുന്നു. ദുബായിൽ വെച്ചാണ് രേണുവിന് രോഗം കണ്ടെത്തിയത്. എന്തോ ഒരു ട്രീറ്റ്മെന്റിന് പോയപ്പോഴാണ് പരിശോധനയിൽ ഈ വിഷയം കണ്ടത്. ഇങ്ങനെ ഒരു അസുഖം കണ്ടെത്തിയിട്ടും എങ്ങനെ രേണുവിന് കോപ്രായങ്ങൾ കാണിച്ച് വീഡിയോകൾ ഇടാൻ സാധിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു അസുഖം നമുക്ക് വന്നാലേ അതിന്റെ വേദന മനസ്സിലാകൂ. എന്നിട്ടും മോശം രീതിയിലുള്ള വീഡിയോകളും സബ്സ്ക്രിപ്ഷനും ഒക്കെ തുടങ്ങിയാണ് രേണു ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു രോഗവിവരം അറിഞ്ഞതോടുകൂടി രണ്ടായി ആളുകൾ തിരിയും. ഒരു വിഭാഗം രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയും സഹതാപത്തിന്റെ പേരിലായിരിക്കും രേണുവിനെ അറിയാൻ പോകുന്നത്. മറ്റൊരു വിഭാഗമാവട്ടെ രേണു ഇത് അർഹിക്കുന്നുവെന്നും കുടുംബത്തിനും കിട്ടിയ വലിയൊരു അടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.